വൈഫൈ ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് മുങ്ങും പിന്നെ പൊങ്ങും, ഓരോരോ തിരക്കുകൾ കാരണമാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബഹ്റൈനിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എവിടേക്കോ ഒരു ഷേപ്പൊക്കെ വെച്ചിട്ട് അവൻ നിന്നെ നോക്കുന്നുണ്ട്. എനിക്കത് തടി തണ്ണം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. നമ്മൾ ബഹ്റൈനിലോട്ട് ചെന്ന വഴിക്ക് ഒന്ന് ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇക്കാടെ ബ്രദറിൻ്റെ മോനും വൈഫും കുട്ടിയും എല്ലാം കൂടെ മസ്കറ്റിൽ നിന്ന് ബഹ്റൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ ഉള്ള ആരും നമുക്കറിയാമായിരുന്നു, പക്ഷേ വളരെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ കാണുമെന്ന് അറിഞ്ഞില്ല. അവർ റെട്ടാഗിൽ വന്നതായിരുന്നു. ഈ കാണുന്ന ദിവസം അവർ തിരിച്ച് മസ്കറ്റിലോട്ട് പോവുക. ഈ കുട്ടിയുടെ സിസ്റ്റർ പിന്നെ ഫാമിലി എല്ലാം ഇവിടെയാണ്. അപ്പോൾ ഉമ്മ വാപ്പ എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവരുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള. അങ്ങനെ അവരെ കാണാൻ സാധിച്ച്, ബേബിയെ കാണാൻ സാധിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇക്കാടെ ബ്രദറിൻ്റെ മകനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം വരും. ഉമ്മാടെ ജ്യേഷ്ഠത്തിയുടെ മകൻ്റെ കുട്ടിയാണിത്. ഈ മോൻ്റെ വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചേക്കുന്നതാണ് റുക്കുവിൻ്റെ ഉമ്മായ. വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അങ്ങനെ അവരെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ മനാമയിലോട്ടാണ് പോയത്. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. മനാമയിലെത്തി സിസ്റ്ററിനെയും മകനെയും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ പാനേഷ്യയിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഫുഡ് കഴിക്കാൻ. ഇപ്പം ബഹ്റൈനിലുള്ളതിൽ വെച്ച് എനിക്ക് ഒരുവിധം കഴിക്കാൻ, അതായത് ഒരുപാട് ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്നിടമുണ്ട്, എങ്കിലും നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടം ഇവിടെ തന്നെയാണ് കേട്ടോ. പാനേഷ്യ വന്നിട്ടില്ലാത്തവർ എന്തായാലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് അവരുടെ മീൽസ് എല്ലാം, അവരുടെ എല്ലാ സംഭവങ്ങളും വെറൈറ്റിയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നാടൻ ഫുഡാണ്. ഞാൻ ഈ ഫ്രൈഡ് ഐറ്റങ്ങളൊന്നും കഴിക്കാറില്ല, എങ്കിലും അതിനകത്ത് ചെറിയ ചൂടയുണ്ടല്ലോ, ചൂട, പിന്നെ വേറെ എന്തോ ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. മക്കൾ, അതായത് കുട്ടു, ബാക്കിയുള്ളവരൊക്കെ വാങ്ങിയേക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ, ബീഫ് ബിരിയാണിയാണ്. ഞാനും ഉക്കായും എൻ്റെ സിസ്റ്ററും വാങ്ങിയേക്കുന്നത് സാദാ ഫുഡാണ്. അങ്ങനെ കുറേ നാളിന് ശേഷം കപ്പയും ഒരിത്തിരി ഫിഷ് കറിയൊക്കെ ഒഴിച്ച് കഴിച്ച് നോക്കി. അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട്, ഇവിടുത്തെ കാന്താരി ഫിഷ്. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു മസാലയൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. ഫിഷൊക്കെ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. ഞങ്ങളത് കുറേ അധികം വാങ്ങിച്ചായിരുന്നു. എന്തായാലും ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടും വിശന്നിരുന്നത് കൊണ്ടും അതെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഉണ്ട്. ഇനാഗുറേഷൻ മീൻസ് ഒരു ദ്വാരപ്പെന്ന് വേണമെങ്കിൽ പറയാം, കാരണം സ്പെയർ പാർട്ട് ഷോപ്പാണ്. അപ്പം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. 2-3 പ്രാവശ്യമായിട്ട് അതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നായിരുന്നു. അങ്ങനെ ഉസ്താദിനെ വിളിച്ചിട്ട് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉസ്താദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മധുരം ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്കറി വന്നതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള പ്ലം കേക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ പ്ലം കേക്കിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് മനാമയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബേക്കറി. എനിക്ക് ഒന്ന് ബഹ്റൈനിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ കയറി ഇറങ്ങുന്ന ഒരു ബേക്കറി ആയത്. അവിടുന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് നമ്മളുടെ ഷോപ്പിലോട്ടാണ്. അങ്ങനെ നമ്മൾ ലയാൻ ഓട്ടോ പാർട്സിലെത്തിയിട്ടുണ്ട്. ഇത് ന്യൂ ഷോപ്പാണ്, ഈ അടുത്ത് എടുത്തതാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ ഓരോരുത്തർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, ബാക്കിയുള്ള ഷോപ്പിൽ നിന്ന് ആൾക്കാരെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തത്തുള്ളൂ. പക്ഷേ ഇവിടെ ഉസ്താദ് നേരത്തെ വന്നിട്ടുണ്ട്. 2 തവണ ഇതിൻ്റെ ഒരു ചടങ്ങ്, അതായത് ഓപ്പണിങ് നമ്മൾ മാറ്റി വെച്ചത് ഇക്കാടെ ഓരോ തിരക്കുകളൊക്കെ കൊണ്ടിട്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ല ഡ്രസ്സിൻ്റെ കടയൊക്കെ ആണെങ്കിൽ നല്ല വിശദമായിട്ട്, ഗോൾഡിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല വിശദമായിട്ട് നമുക്ക് വീഡിയോ എടുക്കുക. ഇതിപ്പോൾ ഒരു ഗൊന്തവും മനസ്സിലാവുന്നില്ല. വലിയ വണ്ടിയുടെ
ട്രക്ക്, ട്രെയിലർ പോലെയൊക്കെയുള്ള വലിയ വലിയ വണ്ടിയുടെ പാർട്സുകളാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. മിട്ടും ഇമ്മും ഒക്കെ കയറി അതിനകത്ത് കിടന്ന് വരവുന്നുണ്ട്. അങ്ങനെ താണ്ട ബാക്കിയുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഓരോരുത്തർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടെ വന്നതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് ഉദ്ഘാടനം നടത്താമെന്ന് കരുതിയിരിക്കുക. അതിനിടയിൽ താണ്ട ഇവിടെ ഓരോരുത്തർ കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട്. ഞാനിങ്ങനെ ഈ ഷോപ്പ് ഇവർ ഉദ്ഘാടനം മീൻസ് ഈ എന്താ പറയുന്നത്, ഈ ഒരു ദ്വാരപ്പ് അത് തന്നെ മെയിനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴൊന്നും ഞാനിതുവരെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഷോപ്പിലും വന്നിട്ടില്ല. എനിക്കതിനോടൊട്ട് താല്പര്യമില്ല. പക്ഷേ ഞാൻ എല്ലാ തവണയും നാട്ടിലായിരിക്കും, ബഹ്റൈനിൽ ഓരോ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും. അങ്ങനെ വളരെ യാദൃച്ഛികമായിട്ട് വന്ന് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയായപ്പോൾ നേരെ പോയത് ഡ്രാഗൺ മാളിലോട്ടാണ്. അതായത് ചൈനീസിൻ്റെ സാധനങ്ങളൊക്കെ, ചൈനക്കട എന്ന് വേണമെങ്കിൽ പറയാം. ബഹ്റൈനിലുള്ള ആൾക്കാരോട് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അവർക്ക് ചൈനക്കടയെന്ന് പറയാം. അവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ദമാമിലെ വീട്ടിലേക്കും കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ സിസ്റ്റർക്ക് വീട് വെക്കുന്നുണ്ട്. അപ്പം അവളുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സാധനങ്ങൾ നോക്കണമായിരുന്നു. അപ്പോൾ അവൾക്കിന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം. അങ്ങനെയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് തവണ ഈ ഒരു ചൈനീസ് മാർക്കറ്റിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് വാങ്ങി നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളുണ്ട് കേട്ടോ. അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിയിട്ട് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ഈ ഒരു വെറൈറ്റിയൊക്കെ ആൾക്കാർ പറയും നാട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറയും. പക്ഷെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന അത്രയും ഒരു വെറൈറ്റി സാധനങ്ങൾ എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ കിട്ടുമെന്ന്. പിന്നെ നമുക്കതൊരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ, നാട്ടിൽ പോയി ഇങ്ങനെ ലൈറ്റ് വാങ്ങിയിട്ടൊന്നും. അപ്പോൾ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഗ്രില്ല് കഴിച്ച് കുറേ ലേറ്റായിരുന്നു. അപ്പം ഗ്രില്ലൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം സിസ്റ്ററുടെ വീട്ടിലാണ് നിന്നത്. അത് ഇനി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് നേരെ പോകുന്നത് കുട്ടുവിൻ്റെ വണ്ടി ഷോറൂമിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ വീട്ടിൽ പുതിയൊരു അംഗം കൂടെ വരാൻ പോവുക. ഈ വണ്ടി എടുക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അത് ഞാനൊന്ന് ചുരുക്കി പറയാം. കുട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, February 3. അപ്പോൾ ഇക്കായ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു February 3 ആകുമ്പോഴത്തേക്ക് അവനൊരു വണ്ടി എടുത്തു കൊടുക്കണം. 20 വയസ്സാവുകയാണല്ലോ. പക്ഷേ കുറേ നാളായിട്ട് വണ്ടിക്ക് ഇങ്ങനെ വണ്ടി വേണം എന്നുള്ള ഒരു ആഗ്രഹം അവനുണ്ട്. അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നറിയാം, അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവന് ഇഷ്ടമുള്ളൊരു വണ്ടി പോയി ബുക്ക് ചെയ്തപ്പോൾ അവർ 7 month ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇക്കായ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു, 7 മാസം എടുക്കില്ലേ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട്. പക്ഷേ ബുക്ക് ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോറൂമിൽ നിന്ന് അവർ വിളിക്കുന്ന വണ്ടി വന്നിട്ടുണ്ട്, കിടക്കുന്നത്, നിങ്ങൾ എടുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റി. ഈ ഷോറൂമിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവൻ അന്നേരം അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവന് ഹാപ്പിയാണ്. അങ്ങനെ എന്താ പറയുന്നത്, പ്രാഡോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പുതിയ വേർഷൻ ആണ് എടുത്തേക്കുന്നത്. അടിപൊളിയാണ്. ഞാനിവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. വണ്ടിയോടൊന്നും, വണ്ടിയുടെ ക്രൈസൊന്നും എനിക്കങ്ങനെ ഇല്ല. കംഫർട്ടബിളായിട്ട് കയറിയിരിക്കുക, യാത്ര ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇത്ര കോടി രൂപയുടെ വണ്ടിയല്ല, ഇത്ര വണ്ടി, അതൊന്നും അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് നോക്കിയിട്ടാണ് ഇക്ക അങ്ങനത്തെ ഒരു വണ്ടി എടുത്തത്. ഇൻഷാ അല്ലാ എന്തായാലും വേണ്ടതാണ്. അവൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളും കൂടെ കണ്ടോ. മസ്റ്റേർഡ് യെല്ലോ കളറില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താക്കോല് മേടിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിലോട്ട് ചിന്തിച്ച്. ഞാൻ ഈ സൗദി അറേബ്യ വന്നതിന് ശേഷം ഇത് എനിക്ക് തോന്നുന്നു 7ാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു. ശരിക്കും 7ാമത്തെ വണ്ടിയാണ്. ആദ്യം ഞങ്ങൾക്ക് ഞാനിവിടെ ഗൾഫിൽ വരുന്ന സമയത്ത് ഇക്കയ്ക്ക് പമ്പ്, അതായത് ബിസിനസ്സാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എപ്പോഴും ഒരു ഡബിൾ സീറ്റിൻ്റെ പിക്കപ്പായിരുന്നു ആ ഒരു ടൈമിലുള്ളത്. പിന്നെ എൻ്റെ കാക്കുമോള് ജനിച്ചതിന് ശേഷം ഒരു ചെറിയ കാറെടുത്ത്, ഞങ്ങളുടെ യാത്രയുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രീൻ കളർ ഒരു കാറെടുത്ത്. അവൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമോ മറ്റോ ഉള്ളപ്പോഴായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോള, അതാണെന്ന് തോന്നുന്നു, ആ ഒരു വണ്ടിയായിരുന്നു ഞങ്ങളെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് പിന്നെ ഏതായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു കാർ എടുത്ത്, ഞാൻ എൻ്റെ പേര് മറന്നുപോയി.
ആ ഒരു കാറ് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് നമ്മൾ പ്രാഡോ ആയിരുന്നു. ആ പ്രാഡോ ആണ് സുബേർക്കാട് അതിലിരിക്കുന്നത്, വസീമിൻ്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ലാൻഡ് ക്രൂയിസറാണ്, പിന്നെ എടുക്കുന്നത് ഈ വണ്ടിയാണ്. ഞാൻ കുറേ വർഷങ്ങൾ പിറകിലോട്ട് ചിന്തിച്ചു പോയി. കാരണം എന്താ പറയുന്നത്, ജീവിതത്തിൻ്റെ ഓരോരോ മാറ്റങ്ങൾ, സ്വപ്നം കാണാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ പടച്ചവൻ നമ്മളെ നടത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ. ജീവിതത്തിൻ്റെ നീണ്ട ഒരു കാലയളവ് ഈ മണ്ണുമായിട്ട് നമുക്ക് അത്രത്തോളം ബന്ധമുണ്ട്. സൗദി അറേബ്യയിലായിരുന്നു എൻ്റെ വാപ്പ 20 വർഷക്കാലം ജോലി ചെയ്തിരുന്നത്. എൻ്റെ വിവാഹത്തോടാണ് പുള്ളിക്കാരൻ നാട്ടിൽ സെറ്റിലായത്. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് എൻ്റെ വാപ്പ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ആ മണ്ണിൽ കാല് കുത്തി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക അനുഗ്രഹവും ഭാഗ്യവും വേണമെന്നുള്ളത്. ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഞാമത്തും നമ്മൾ എന്താ പറയുന്നത്, ഓരോ നേരവും നമ്മൾ പടച്ചവനോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന്. സത്യം തന്നെയല്ലേ? കാരണം ഈ ഇത്രയും വർഷം ഇവിടെ നമുക്ക് നിന്ന് പോകാൻ പറ്റുന്നത് തന്നെ അള്ളാഹുവിൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടായിട്ട് മാത്രം, പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അനുഗ്രഹം ഒക്കെയാണ്. എന്താ പറയുന്നത്, എന്തുണ്ടെങ്കിലും എളിമയോടെയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ നമ്മളുടെ മുന്നിൽ എത്തിച്ചേരും. നമ്മളുടെ പ്രതിസന്ധികളൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസ പ്രമാണം എനിക്കുണ്ട്. അത് മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. എന്ത് കിട്ടിയാലും അല്പം അഹങ്കാരം, അല്പമല്ല ഒരു കടുമണിയോളം അഹങ്കാരം നമ്മുടെ മനസ്സിൽ വേണ്ട, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പറഞ്ഞ് താണ്ട ഐക്യയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല കേട്ടോ. ബഹ്റിൻ ഐക്യയിലാണ് വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരാറുള്ളതാണ്. ഇന്നിപ്പോൾ വന്നേക്കുന്നത് ഇക്കായ്ക്ക് ഓഫീസിലേക്ക് കുറച്ച് ചെയർ കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ ഭാഗമൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത്. ഞാനും സിസ്റ്ററും കൂടെ ആ കിച്ചൻ്റെ ഭാഗം ഫുൾ അരിച്ച് പെറുക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഇക്ക പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.